അത് മാത്രമാണോ? അവിടെ ABVP-യുടെ നേതാക്കളുമായിട്ട് കുശലം പറഞ്ഞ് വെടി പറഞ്ഞിരിക്കുമ്പോഴാ ഇവര് പ്രതിഷേധ പ്രകടനമായിട്ട് വരുന്നത് ASFകാര്. ശരിയാണോ അത്? പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെ മന്ത്രിമാരുടെ വീടുകളിലേക്കും ഓഫീസിലേക്കും മാർച്ച് ചെയ്യുക, കോലം കത്തിക്കുക, വണ്ടി തടയുക, ട്രാൻസ്പോർട്ട് ബസ്സിന് തീ വെക്കുക, ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അത് SFIക്കും DYFIക്കും മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്കതൊക്കെ ചെയ്യാം. എവിടെയെങ്കിലും CPയുടെ ഒരു മന്ത്രിയുടെ ഓഫീസിലേക്ക് അവർ മാർച്ച് ചെയ്യും. അതുപോലെയാണോ ASF, AYF? മോശമായിപ്പോയി, ഭയങ്കര സങ്കടമായിപ്പോയി. ഞാനെന്താ എവിടെയോ കിടന്ന ഒരുത്തനാണോ? ഞാനൊരു മന്ത്രിയല്ലേ. ഇവിടെ റോസ് ഹൗസിലാണ് താമസിക്കുന്നതെന്ന് ഈ അനിൽ മന്ത്രിക്ക് അറിയാൻ മേലായിട്ടാണോ? പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? മോശമല്ലയോ? ഒരു മന്ത്രി അങ്ങനെ പറയാമോ? ഒരു സഹമന്ത്രിയോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? പുച്ഛിക്കാമോ? പിന്നെ ASFകാർക്കും AYFകാർക്കും ശിവൻകുട്ടിയെ ശങ്കിക്കുട്ടി എന്നല്ലാതെ എങ്ങനെ വിളിക്കാൻ പറ്റുക? അത് വേറൊരു വിഷയമാകട്ടോ. അവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോഴേ അവര് പറഞ്ഞതും ശരിയാ. അതായത് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയത്തിനെതിരായിട്ട് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പദ്ധതി അത് കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിച്ചുകൊണ്ടൊരു കരാർ ഒപ്പുവയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അത് ഇടതുപക്ഷത്തിന് ചോദിച്ചൊരു കാര്യമല്ലല്ലോ. അപ്പൊ പിന്നെ അത് ചെയ്ത ആളിനെ ഞങ്ങൾ എന്തുവാ വിളിക്കേണ്ടത്? തീരെ വിപ്ലവകാരി എന്ന് പറയാൻ പറ്റുമോ? അവരെ നമ്മൾ സംഘിക്കുട്ടിയൻ തന്നെ വിളിക്കും. അതുകൊണ്ടാണ് വിളിച്ചത്.